നമസ്കാരം. നമസ്കാരം. കേരളത്തെ ആകെ പിടിച്ചുകുലുക്കിയ സംഭവം തന്നെയായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് എന്ന് പറയുമ്പോൾ 2017 ഫെബ്രുവരി 17 തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്രക്കിടെയായിരുന്നു നടി ആക്രമിക്കപ്പെട്ടത്. പക്ഷേ ആ കേസ് 2017 തുടങ്ങിയപ്പോൾ പോലും ഇതുവരെയും കേസ് തീരാതെ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പല വെളിപ്പെടുത്തലുകളും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഇടയിൽ തന്നെ നിരവധി ഇപ്പോ നമ്മൾ ശാന്തിവള ദിനേശ്, അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ, അങ്ങനെ നിരവധി നടന്മാരും പ്രമുഖരും ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അപ്പോ എപ്പോഴും നമ്മൾ ചർച്ചയാകുന്നത് അതിലേക്ക് വരുന്നതും ദിലീപിന്റെ കാര്യം തന്നെയായിരുന്നു. ഇപ്പോൾ ആ സമയത്ത്, അതായത് ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള മെയിൻ പ്രതി എന്ന് പറയുന്നത് നമ്മൾ പൾസർ സുനിയായിരുന്നു. ആ പൾസർ സുനിയുടെ വക്കീൽ എന്ന് പറഞ്ഞിരുന്നത് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ബി എ ആളൂരാണ്. അദ്ദേഹത്തെ നമുക്ക് തീർച്ചയായിട്ടും അറിയാം, കേരളത്തിലുള്ള പ്രമുഖമായിട്ടുള്ള പല കേസുകളുടെയും അഡ്വക്കേറ്റ് ആയിരുന്നു അദ്ദേഹം. പക്ഷെ പൾസർ സുനിയുടെ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വഴിക്ക് എത്തിയപ്പോൾ അദ്ദേഹം അവിടുന്ന് പിന്മാറുന്ന ഒരു കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് എന്തുകൊണ്ടാണ് സുനിയുടെ വക്കാലത്ത് ഒഴിവ് ഉണ്ടാകാനുള്ള ഒരു കാരണം ഉണ്ടായെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൾസർ സുനിയുടെ ആളുകൾ ദിലീപുമായിട്ട് ബന്ധപ്പെട്ട് സ്വാധീനങ്ങൾ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് അദ്ദേഹം വക്കാലത്ത് ഒഴിഞ്ഞു എന്നുള്ള തരത്തിലാണ് ഏറ്റവും കൂടുതൽ അന്ന് പ്രചാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പൾസർ സുനിയെ ആരാണ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതെന്ന് പേര് പറയാതെയായിരുന്നു അഡ്വക്കേറ്റ് ആളൂര് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി താൻ വക്കാലത്ത് ഒഴിയാണെന്നൊക്കെ അദ്ദേഹം ഒന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയത്. ഇപ്പൊ വീണ്ടും അദ്ദേഹം ഒരു വെളിപ്പെടുത്തലുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ് ആ ഒഴിയാനുണ്ടായ കാരണം, അങ്ങനെ ഈ കേസുമായി ദിലീപാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തന്നെ ഭീഷണിപ്പെടുത്തിയോ എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു അദ്ദേഹം ഇപ്പോ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ദിലീപ് എന്ന് പറയുന്ന വലിയ സ്റ്റാറിനെ അറസ്റ്റ് ചെയ്തതെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേസിൽ അഡ്വക്കേറ്റ് ആളൂർ ഈ കേസിലേക്ക് വന്നതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഒരു കേസിലെ പ്രതിയോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ അവരെ കാണാൻ പോകുകയോ അല്ലെങ്കിൽ ചെയ്തത് അത് നിയമപരമായ കുറ്റം അല്ല. ഇപ്പൊ ദിലീപ് ഈ കേസില് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെയോ മറ്റാരെങ്കിലെയോ കാണാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. സുഹൃത്തിനെ കാണുകയും ഒരു തുക എന്നെ ഏൽപ്പിക്കുകയും നേരിൽ കണ്ട് സംസാരിച്ചതിനും ശേഷമാണ് കേസ് ഏറ്റെടുക്കണമെന്ന് പറയുന്നതെന്നും ആളൊരു വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, കേസ് ഏറ്റെടുക്കാനായിട്ട് ഞാൻ തയ്യാറായിരുന്നു. കോടതിയിൽ വന്നപ്പോ അദ്ദേഹം കാര്യങ്ങൾ ആവർത്തിക്കുകയും ഞാൻ അഭിഭാഷകനായി വരികയും ചെയ്തു. പക്ഷേ ഞാൻ അഭിഭാഷകനായി വന്ന ശേഷമാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിന് പിന്നിലുള്ള ചേതോവികാരം നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതിയെന്നായിരുന്നു അദ്ദേഹം അതിനുശേഷം ആ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. തുടക്കത്തിൽ തന്നെ ദിലീപിന് ജാമ്യം കിട്ടാതായപ്പോ തന്നെ വേറെ അഭിഭാഷകനെ വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വേറെ അഭിഭാഷകനെ വെക്കണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു. അപ്പോഴും പൾസർ സുനിക്ക് എതിരായ ആരോപണങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് ചെയ്തത്. പൾസർ സുനിക്ക് വേണ്ടിയിട്ട് നിരന്തരം ശ്രമിച്ചിട്ടും ജാമ്യം ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പിന്നീട് വിചാരണ കൂടി നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ഒരു വക്കീൽ എന്ന നിലയിലുള്ള ഫീസ് എനിക്ക് വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ നിങ്ങൾ എനിക്ക് ഫീസ് നൽകിയില്ലെങ്കിൽ വിചാരണയുമായി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എന്നും ആളൊരു പറയുകയുണ്ടായി. പക്ഷെ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു കേസിൽ നിന്നും പിന്മാറിയതെന്നാണ് ഇപ്പോ ആളൊരു ശേഷമാണ് വേറെ അഭിഭാഷകനെ വെക്കാമെന്ന് പറയുന്നത്. അങ്ങനെയാണ് കോടതിയിൽ നിന്ന് പിന്മാറുന്നൊക്കെ ആളൊരു എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും നടി ആക്രമിക്കപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ കക്ഷിയോട് അല്ലാതെ വേറെ ഏതെങ്കിലും കക്ഷികളോടോ വ്യക്തികളുമായിട്ടോ സംസാരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം തീർത്തു പറയുന്നത്. പക്ഷെ ചില ആളുകൾക്ക് നമ്മുടെ അടുത്ത് വരണമെന്നും അല്ലെങ്കിൽ വന്ന് സംസാരിക്കണമെന്നും ഉണ്ടായിരുന്നു എന്നാണ് ആളൂര് പറയുകയുണ്ടായത് ഇപ്പോഴത്തെ അഭിമുഖത്തില്. മാത്രമല്ല, ഒരാൾ കഷ്ടപ്പാടിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ അയാളെ വിശ്വസിക്കുന്നു. പക്ഷേ വീണ്ടും കഷ്ടപ്പാടിലേക്കാണ് പോകുന്നതെങ്കിൽ അയാളെ തട്ടിമാറ്റി അടുത്ത ആളിലേക്ക് പോകുമെന്ന ഒരു എന്താ പറയാ പൊതുവായ ചിത്രം എന്ന് അദ്ദേഹം പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു വളഞ്ഞൊടിച്ച് ഒരു കാര്യത്തിലേക്ക് വരുന്നത്? ആരെങ്കിലും വെച്ചിട്ടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും സംസാരിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒരു കേസ് അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് ആളൂരിന്റെ ഈ ഒരു അഭിമുഖം തന്നെ വരുന്നത്. എന്നാലും പൾസർ സുനിയുടെ അഭിമുഖം കഴിഞ്ഞ് ഒന്ന് വെള്ളം കുടിച്ച് ഇറക്കി വരുമ്പോഴാണ് നമ്മുടെ ഇപ്പൊ ആളൂരിന്റെ ഒരു അഭിമുഖം വന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ ഇനി കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ മറ്റുള്ള നായകന്മാരുടെ അഭിമുഖങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എന്താണ് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ. അപ്പൊ എന്തായാലും ദിലീപ് നാളെ ശിക്ഷ കിട്ടുകയാണെങ്കിൽ കേസ് മുന്നോട്ട് പോകാൻ വേറെ അഭിഭാഷകനെ ഏൽപ്പിക്കാം. അതല്ല അദ്ദേഹത്തെ വെറുതെ വിടുകയാണെങ്കിൽ നിലവിലെ അഭിഭാഷകരെ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകാം.
അപ്പോ നമുക്ക് മനസ്സിലാവുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാണെന്നും ആളൂർ പറയുന്നുണ്ട്. പക്ഷെ ആ കേസിൽ പ്രോസിക്യൂഷൻ നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും ആളൊരു പറയുന്ന ഒരു സിറ്റുവേഷൻ. മാത്രമല്ല നമ്മുടെ ഈ പ്രീ കോൺസ്പിറൻസിയും പിന്നെ പോസ്റ്റ് കോൺസ്പിറൻസിയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചാൽ ദിലീപിന് ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പാണ് എന്നും ആളൊരു പറയുകയുണ്ടായി. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് പല അന്വേഷണ ഉദ്യോഗസ്ഥരും പല കാര്യങ്ങളും വ്യക്തമാക്കുന്ന കാര്യങ്ങളും നമ്മൾ നേരത്തെ മുതൽ ഇപ്പൊ വരെ അറിയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രതിഭാഗം അതിനെ ചോദ്യം ചെയ്ത് ഇല്ലാതാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറെ പ്രധാനമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി നൂലാമാലകൾ ഇനിയും കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ കേസ് ഇനിയും മുന്നോട്ട് പോകുമെന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും എത്രയും പെട്ടെന്ന് കേസ് അവസാനിപ്പിച്ച് വിധി വരാനായിട്ട് പോവുകയാണ്. മെയിൽ തന്നെ ഈ കേസിന്റെ വിധി വരും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ആ സമയത്തും ആരായിരിക്കും യഥാർത്ഥത്തില് കുറ്റക്കാർ? ഇപ്പോ അതിജീവിതയ്ക്ക് നീതി കിട്ടുമോ, അതോ ദിലീപ് പറയുന്നത് പോലെ ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ലയോ, അതോ ഇനി എന്തൊക്കെയാണ് ഈ കേസിൽ നമ്മൾ അറിയാത്ത പല രഹസ്യങ്ങളും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതൊക്കെ വരുന്ന നാളുകളിൽ പുറത്തു വരും എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ആ സമയത്താണ് എന്തായാലും ആളൂരാണെങ്കിലും പൾസസുനിയൊക്കെ ആണെങ്കിലും രംഗത്ത് ഒരു പെട്ടെന്നുള്ള ഒരു അഭിമുഖമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത്. എന്തായാലും ആളൂർ പറഞ്ഞതിൽ പല കാര്യങ്ങളും ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പുതിയ ചർച്ചകളിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. കാരണം ഈ ആളൂരിന്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങളും അതിൽ ഒളിഞ്ഞു കിടക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ദിലീപിനോട്ടുള്ള താങ്ങാണോ അല്ലെങ്കിൽ ദിലീപിന് സംരക്ഷിക്കലാണോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ വീണ്ടും അറിയാം. നന്ദി. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.